ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമഹ്യം ദദാതി സപദാന്തികം. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കൽ ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീ ഗുരും ദിനദാനം ശ്രീ ചൈതന്യമീശ്വരം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ വായന തുടക്കം 79 മുതൽ അല്ലേ? 79. ആരാച്ച വായന തുടങ്ങിക്കോളും. ഒരു 4 ശ്ലോകം വെച്ച് വായിക്കാം. എല്ലാവരും വായിക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രഭു ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 79. ഏകാദിന പ്രഭു സഭാ ഭക്തഗണാലയ സങ്കീർത്തനാകരി വൈശേഷമായുക്തകയാ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു ദിവസം മഹാപ്രഭു തന്റെ എല്ലാ ഭക്തന്മാരോടുമൊപ്പം നാമസങ്കീർത്തനം നിർവഹിക്കുകയും നന്നേ ക്ഷീണിതരായപ്പോൾ അവരെല്ലാം നിലത്ത് ഇരിക്കുകയും ചെയ്തു. ഏക ആമ്രബീജു പ്രഭു അംഗേന രോപീല തദ്ക്ഷണേ ജന്മീല വൃക്ഷവാദീതേരാഗീല. വിവർത്തനം. അനന്തരം മഹാപ്രഭു അങ്കണത്തിൽ ഒരു മാവിന്റെ വിത്ത് നട്ടു. വിത്ത് തൽക്ഷണം മുളയ്ക്കുകയും ഒരു വൃക്ഷമായി വളരാൻ ആരംഭിക്കുകയും ചെയ്തു. ദേഖീതേ വൃക്ഷാഹീല ബലിത പാഗീല അനേക ബല സബേയി വിസ്മിത. എല്ലാവരും നോക്കി നിൽക്കെ വൃക്ഷം പരിപക്വ ഫലങ്ങളോടെ വളർന്നു. ഇത് എല്ലാവരെയും അത്ഭുത സ്തബ്ധരാക്കി. ചബദുയി ബല പ്രഭു ശീഘ്രപാധായിര പ്രക്ഷാളനാകാരി കൃഷ്ണേ ഭോഗലാകായിര. മഹാപ്രഭു തൽക്ഷണം 200 ബലങ്ങൾ പറിക്കുകയും അവ കഴുകിയതിനു ശേഷം കൃഷ്ണന് നിവേദിക്കുകയും ചെയ്തു. രക്തപീതാവർണാനാഹി അഷ്ടിവത്സ വൽക്കല ഏകാജനേരെ പേദേ ബരേ കായിലേ ഏകബല. ഫലങ്ങളെല്ലാം ചുവപ്പും മഞ്ഞയും നിറമുള്ളവയും അകത്ത് വിത്തും പുറത്ത് തോലും ഇല്ലാത്തവയും ഒരെണ്ണം ഭക്ഷിച്ചാൽ ഒരുവന്റെ വയർ നിറയുന്ന തരത്തിലുള്ളവയുമായിരുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാരതത്തിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ളതും ചെറിയ വിത്തുള്ളതും നേർത്ത തോലുള്ളതുമായ മാമ്പഴം ഏറ്റവും മേന്മയുള്ളതായി കരുതപ്പെടുന്നു. രുചികരമായ ഇത് ഒരെണ്ണം കഴിച്ചാൽ ഒരുവൻ തൃപ്തനാകും. മാമ്പഴത്തെ പഴങ്ങളുടെ രാജാവായി പരിഗണിക്കുന്നു. ദേഖീയ സന്തുഷ്ട കൈലാസ ചീരനന്ദന സഭാഗേ ഖാവോയാല ആകെ കരിയ ഭക്ഷണ. ഈ മാമ്പഴങ്ങളുടെ ഗുണം കണ്ട് സന്തുഷ്ടനായ ശചീനന്ദനൻ ആദ്യം ഭക്ഷിക്കുകയും പിന്നീട് മറ്റുള്ള ഭക്തന്മാരെയെല്ലാം ഭക്ഷിപ്പിക്കുകയും ചെയ്തു. അഷ്ടിവൽക്കലനാഹി അമൃതരസമായ ഏകബല കായിലെ രസ ഉദരപൂരയ. ഫലങ്ങൾക്ക് വിത്തോ തോലോ ഇല്ലായിരുന്നു. അമൃതതുല്യമായ രസം നിറഞ്ഞ അവ വളരെ മധുരമുള്ളവയായിരുന്നു. അവയിൽ ഒരെണ്ണം ഭക്ഷിച്ചാൽ വയറ് നിറയും. ഈ മാത പ്രതീതിന ബാലേ ബാരേ ബാരവാസേ മാസ വൈഷ്ണവ ഖായേന ബാല പ്രഭുര ഉല്ലാസ. ഇപ്രകാരം 12 മാസവും ദിനംപ്രതി വൃക്ഷത്തിൽ ഫലങ്ങളുണ്ടായി. ഇത് ഭഗവാന് വളരെയധികം സംതൃപ്തിപ്പെടുത്തി. വൈഷ്ണവർ പതിവായി അവ ഭക്ഷിക്കുകയും ചെയ്തു. ഏ ഈസബലീലാകാരേ ശചീരനന്ദന
അന്യാലോകാനാഹി ജനേ ജാനേ വീണാഭക്തകേന. ഇവ സജീനന്ദന്റെ രഹസ്യലീലകളായിരുന്നു. ഈ സംഭവത്തെപ്പറ്റി ഭക്തന്മാരൊഴികെ മറ്റാരും അറിഞ്ഞില്ല. ഭാവാർത്ഥം: അഭക്തന്മാർക്ക് ഈ സംഭവം വിശ്വസിക്കാൻ കഴിയില്ല. ഈ വൃക്ഷം വളർന്ന സ്ഥലം ഇപ്പോഴും മായാപൂരിൽ നിലനിൽക്കുന്നുണ്ട്. ആ സ്ഥലം ആമ്രഘട്ടം അല്ലെങ്കിൽ ആമഘാട എന്ന് വിളിക്കപ്പെടുന്നു. ഏഹി മാതാബാരമാസ കീർത്തന ആവാസാനെ ആമ്രമാഹോത്സവ പ്രഭു കരേ ദീനേ ദീനേ. പ്രകാരം 12 മാസങ്ങൾ ദിവസവും ഭഗവാൻ നാമസങ്കീർത്തനം ചെയ്തു. സങ്കീർത്തനത്തിന്റെ അവസാനം മാമ്പഴം ഭക്ഷിക്കുന്ന ഉത്സവവും നടന്നു. ഭാവാർത്ഥം: മഹാപ്രഭു ഓരോ സങ്കീർത്തന ആചരണത്തിന്റെയും അന്ത്യത്തിൽ പ്രസാദ വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലെ അംഗങ്ങളും നാമസങ്കീർത്തനത്തിനു ശേഷം സദസ്യർക്ക് പ്രസാദം വിതരണം ചെയ്യണം. ശ്ലോകം 89. കീർത്തനകാരി തേ പ്രഭു ആയില മേഘഗണ ആപനായിച്ഛായ കൈല മേഘ നിവാരണ. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം ചെയ്യുമ്പോൾ ആകാശത്തിൽ മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും മഹാപ്രഭു തന്റെ ഇച്ഛ ശക്തിയാൽ മേഘങ്ങളെ മഴയായി പെയ്യുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. ഭാവാർത്ഥം: ഒരിക്കൽ ഗ്രാമത്തിൽ നിന്ന് ദൂരെ ഒരു സ്ഥലത്ത് മഹാപ്രഭു നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ആകാശത്തിൽ കാർമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ പറയുന്നു. മഹാപ്രഭു തന്റെ പരമമായ ഇച്ഛയാൽ മേഘങ്ങളോട് ചിതറിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അവ അങ്ങനെ ചെയ്തതത്രേ. ഇക്കാരണത്താൽ ആ സ്ഥലം ഇപ്പോഴും മേഘേരാചര എന്നറിയപ്പെടുന്നു. ഗംഗയുടെ പ്രവാഹഗതിയിൽ ഇപ്പോൾ വന്ന മാറ്റത്തിനാൽ പണ്ട് കാരണാവാസം എന്ന സ്ഥാനത്ത് സ്ഥിതി ചെയ്തിരുന്ന കേലാപുക്കൂരിയ ഗ്രാമമാണ് ഇപ്പോൾ മേഘേരേചര എന്നറിയപ്പെടുന്നത്. ഒരിക്കൽ ദിവസാന്ത്യത്തിൽ സായാഹ്ന മേഘങ്ങൾ ആകാശത്തിൽ തടിച്ചുകൂടുകയും ഘോരമായ ഇടിയും മിന്നലും ഉണ്ടാകുകയും എല്ലാ വൈഷ്ണവരും വല്ലാതെ ഭയപ്പെടുകയും ചെയ്തതായി ശ്രീ ലോചനദാസ ഠാക്കൂറിന്റെ ചൈതന്യമംഗളം മധ്യഖണ്ഡത്തിലും പറയുന്നു. പക്ഷേ മഹാപ്രഭു തന്റെ കരതാളങ്ങൾ കൈകളിലെടുത്ത് ആകാശത്തേക്ക് നോക്കി ഊർധ്വലോകങ്ങളിലുള്ള ദേവന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകാനെന്ന പോലെ സ്വയം ഹരേ കൃഷ്ണ മന്ത്രം കീർത്തനം ചെയ്തു തുടങ്ങിയെന്നും അതോടെ തടിച്ചുകൂടിയിരുന്ന മേഘങ്ങൾ ചിതറിമാറി ആകാശം തെളിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചെന്നും സന്തുഷ്ടനായ മഹാപ്രഭു ആഹ്ലാദചിത്തരായ ഭക്തന്മാർക്കൊപ്പം നൃത്തം ആരംഭിച്ചെന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. ഏകാദീന പ്രഭു ശ്രീവാസേരേ ആജ്ഞാദീല ബൃഹത്സഹസ്രനാമ പാഠാചുനീതേ മനഹൈര. ഒരിക്കൽ വിഷ്ണുവിന്റെ 1000 നാമങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിച്ച മഹാപ്രഭു ശ്രീവാസ ഠാക്കൂറിനോട് ബൃഹത് സഹസ്രനാമം പാരായണം ചെയ്യാൻ ആജ്ഞാപിച്ചു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. അടുത്താരെങ്കിലും വായിക്കൂ. ഹരിബോൾ. ഹരേ കൃഷ്ണ. കൃഷ്ണ. അടുത്താരാണ് വായിക്കണേ? ഹരേ കൃഷ്ണ വായിക്കാം പ്രഭു. വായിച്ചോളൂ. ശ്ലോകം 91. പഠിതയായിലാസ്തവേ നൃസിംഹേരാനാമ ശുനിയാ വിഷ്ണഹൈല പ്രഭു ഗൗരധാമ. വിവർത്തനം. ശ്രീല പ്രഭുപാദുക്കേ ജയ്. ശ്രീവാസ ഠാക്കൂർ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതിനിടയിൽ നൃസിംഹനാമം വന്നു. നൃസിംഹനാമം കേട്ടതും മഹാപ്രഭു പൂർണ്ണമായും ഭാവമഗ്നനായി തീർന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദുക്കേ ജയ്. ചൈതന്യമംഗളം മധ്യഖണ്ഡത്തിൽ ഈ സംഭവം ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു. ശ്രീവാസ ഠാക്കൂർ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശ്രാദ്ധം ആചരിക്കുന്നതിന്റെ ഭാഗമായി പതിവുള്ള വിഷ്ണു സഹസ്രനാമം ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ രംഗത്തേക്ക് ഗൗരഹരി ആഗതനാവുകയും അദ്ദേഹവും വിഷ്ണുവിന്റെ സഹസ്രനാമങ്ങൾ കേൾക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്രകാരം നൃസിംഹനാമം കേട്ടതും അവിടുന്ന് ചിന്താധീനനാവുകയും തുടർന്ന് നൃസിംഹഭാവത്തിൽ ക്രുദ്ധനായി തീരുകയും ചെയ്തു. മഹാപ്രഭുവിന്റെ കണ്ണുകൾ ചുവക്കുകയും രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ശരീരം വിറയ്ക്കുകയും ചെയ്തു. അവിടുന്ന് മേഘഗർജനം പോലൊരു ശബ്ദം പുറപ്പെടുവിച്ചു. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു ഗദ കയ്യിലെടുത്ത്
എന്ത് അപരാധമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തതെന്ന് അറിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ജനങ്ങൾ ഭയവിഹ്വലരായി. പക്ഷേ അപ്പോഴേക്കും മഹാപ്രഭു തന്റെ ചിന്തകൾ ക്രമീകരിച്ച് ക്ഷോഭമടക്കി ഇരിപ്പിടത്തിൽ ഇരുന്നു. ശ്ലോകം 92. നൃസിംഹാവേശ പ്രഭുഹാതേ ഗേതാലന ഭാവാവശ്യത്തിൽ നഗരേതായിയ വിവർത്തനം. നരസിംഹഭാവാവേശത്തിൽ മഹാപ്രഭു നാസ്തികരെയെല്ലാം വധിക്കുവാനായി കയ്യിൽ ഗദയുമായി തെരുവുകളിലൂടെ ഓടി. ശ്ലോകം 93. നൃസിംഹാവേശ ഒരാള് വായിക്കും, രണ്ടുപേരും വായിക്കും. രണ്ടുപേരും വായിക്കില്ലേ? കൃഷ്ണ, ഞാൻ നിർത്തിക്കോളാം. കൃഷ്ണ വായിക്കോ? ஹரே கிருஷ்ணா. டி ஸ்ரீநிதி மாதாஜி அவங்க சேர்ந்து வாய்க்கிறாங்க. ஹரே கிருஷ்ண. ഒരാള് വായിക്കോ? ഹരേ കൃഷ്ണ. ഞാൻ അറിയാതെ അൺമ്യൂട്ട് ആയി പോയതാ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ? വായിച്ചോളൂ. 93. നൃസിംഹാവേശ ദേഖി മഹാതേജോമായ പഥാചാടി ഭാഗേ ലോക പാനാബട ഭയ. വിവർത്തനം. ജയശ്രീ പ്രഭാത്. ഉഗ്രമായ നരസിംഹഭാവത്തിൽ വരുന്ന അദ്ദേഹത്തെ കണ്ട ജനങ്ങൾ ഭയചകിതരായി തെരുവിൽ നിന്ന് ഓടി അകലുകയും അവിടെയും ഇവിടെയും ഒളിക്കുകയും ചെയ്തു. ശ്ലോകം 94. ലോകാഭയ ദേഖി പ്രഭുര ബാഹ്യഹൈല ശ്രീവാസാഗൃഹേ തേഗീയ ഗദാഭേലായില. വിവർത്തനം. ജനങ്ങളുടെ ഭയം കണ്ട മഹാപ്രഭുവിന് ബാഹ്യമായ ബോധം ഉണ്ടാവുകയും അപ്രകാരം ശ്രീവാസന്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുകയും ഗദ എറിഞ്ഞു കളയുകയും ചെയ്തു. ശ്ലോകം 95. ശ്രീവാസേ കഹേന പ്രഭു കരിയ വിഷാദ ലോകഭയ പായമോര ഭയാപരാധ. ദുഃഖിതനായ മഹാപ്രഭു ശ്രീവാസനോട് ഇപ്രകാരം പറഞ്ഞു: എന്റെ നൃസിംഹഭാവം കണ്ട് ജനങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ ജനങ്ങളിൽ ഭയമുണ്ടാക്കുന്നത് ഒരപരാധമാണ്. ശ്ലോകം 96. ശ്രീവാസാബലേന യേ തോമാരാ നാമ ലയ താരാകോടി അപരാധ സഭായാക്ഷയാം. ശ്രീവാസ ഠാക്കൂർ മറുപടി പറഞ്ഞു: അങ്ങയുടെ ദിവ്യനാമം സ്വീകരിക്കുന്ന ഏതൊരാളുടെയും കോടിക്കണക്കിന് അപരാധങ്ങൾ തൽക്ഷണം ഇല്ലാതാകുന്നു. 97. അപരാധാനാഹി കൈലേ ലോകേരാ നിസ്താര തോമാദേഖീല താര ചുടീല സംസാര. നൃസിംഹദേവനായി അങ്ങ് പ്രത്യക്ഷപ്പെട്ടതിൽ യാതൊരു അപരാധവും ഉണ്ടായിരുന്നില്ല. അങ്ങയെ ആ ഭാവത്തിൽ കണ്ട ഏതൊരുവനും തൽക്ഷണം ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനായി തീർന്നു. കണ്ടിന്യൂ ചെയ്യണോ? അടുത്ത ആള് കണ്ടിന്യൂ ചെയ്തോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി കുറച്ചുകൂടി വായിച്ചോളൂ. ശ്ലോകം 98. ഏതാബേലി ശ്രീവാസാകാരില സേവന തുഷ്ടഹയ പ്രഭു ആയില്ല ആപന ഭവന. ശ്രീവാസ ഠാക്കൂർ ഇത് പറഞ്ഞതിന് ശേഷം മഹാപ്രഭുവിനെ ആരാധിച്ചു. അവിടുന്ന് വളരെ സന്തുഷ്ടനായി സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. ആരാധീന ശിവഭക്ത ശിവഗുണഗായ പ്രഭുര അങ്കനേന ചേ ഡമരുബാജായ. മറ്റൊരു ദിവസം ഒരു ശിവഭക്തൻ പരമശിവന്റെ ഗുണങ്ങൾ കീർത്തിച്ചുകൊണ്ട് മഹാപ്രഭുവിന്റെ ഭവനത്തിലേക്ക് വരികയും ഡമരു വായിച്ചുകൊണ്ട് മുറ്റത്ത് നൃത്തം ചെയ്യുകയും ചെയ്തു. ശ്ലോകം 100. മഹേശാവേശൈല ശചീരനന്ദന താരസ്കന്ധേ ചടി നൃത്യ കൈലഭൂഷണ. അപ്പോൾ മഹേശഭാവം സ്വീകരിച്ച മഹാപ്രഭു ആ ഭക്തന്റെ തോളുകളിൽ കയറുകയും ഇരുവരും ഒരുമിച്ച് വളരെ നേരം നൃത്തമാടുകയും ചെയ്തു. ഭാവാർത്ഥം ബൈ ജയശ്രീ പ്രഭുപാദ്. ശ്രീ ചൈതന്യ മഹാപ്രഭു മഹേശഭാവം പൂണ്ടു. കാരണം അവിടുന്ന് മഹേശനുമാണ്. അചിന്ത്യ ഭേദാഭേദ തത്വം അനുസരിച്ച് മഹാദേവൻ വിഷ്ണുവിൽ നിന്ന് ഭിന്നനല്ല. പക്ഷെ ശിവൻ വിഷ്ണുവുമല്ല. തൈര പാൽ തന്നെയാണ്, അതേസമയം പാലല്ല എന്നതുപോലെ.
തൈര് കുടിക്കുന്നതിലൂടെ പാലിന്റെ പ്രയോജനം ലഭിക്കില്ല. അതുപോലെ മഹേശനെ ആരാധിക്കുന്നതിലൂടെ മോക്ഷം ലഭിക്കില്ല. ഒരുവൻ മോക്ഷം ആഗ്രഹിക്കുന്ന പക്ഷം നിശ്ചയമായും വിഷ്ണു ഭഗവാനെ തന്നെ ഉപാസിക്കണം. ഇത് ഭഗവത്ഗീത 9:4 സ്ഥിരീകരിച്ചിട്ടുണ്ട്. മസ്താനി സർവഭൂതാനി നചാഹം തേഷവസ്ഥിത. എല്ലാം ഭഗവാനിൽ ശയിക്കുന്നു. കാരണം എല്ലാം അവിടുന്ന് ശക്തി വിശേഷങ്ങളാണ്. പക്ഷെ അവിടുന്ന് എല്ലാത്തിലും ഇല്ല. മഹാപ്രഭു ശിവഭാവം സ്വീകരിച്ചത് അസ്വാഭാവികമല്ല. പക്ഷേ ശിവനെ ആരാധിക്കുന്നതിലൂടെ മഹാപ്രഭുവിനെ ആരാധിക്കുന്നതായി വിചാരിക്കരുത്, അത് തെറ്റായി പോകും. ശ്ലോകം 101. ആരാധീനായേകാഭിഷുകായിലാമാഗീതേ പ്രഭുരാ നൃത്യാദേഖി നൃത്യലാഗീലാകരീതേ. മറ്റൊരു ദിവസം ഒരു ഭിക്ഷാന്തേഹി മഹാപ്രഭുവിന്റെ ഭവനത്തിൽ അന്നം യാചിക്കാൻ വന്നു. അപ്പോൾ മഹാപ്രഭു നൃത്തം ചെയ്യുന്നത് കണ്ട അയാളും നൃത്തം ചെയ്തു തുടങ്ങി. പ്രഭു സംഗേ നൃത്യാകാരേ പരമ ഉല്ലാസേ പ്രഭുതാരേ പ്രേമദില പ്രേമരസേ ദാഭാസേ. അയാൾ കൃഷ്ണപ്രേമത്താൽ അനുഗ്രഹീതനായിരുന്നതിനാൽ മഹാപ്രഭുവിനോടൊപ്പം നൃത്തം ചെയ്തു. ഇപ്രകാരം അയാൾ ഭഗവത് പ്രേമരസത്തിന്റെ ഒഴുക്കിൽ പ്രവഹിച്ചു. ആരാധീനേ ജ്യോതിഷ സർവജ്ഞ ഏക ആയില താഹാരേ സമ്മാനകരി പ്രഭു പ്രശ്ന കൈല. മറ്റൊരു ദിവസം ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്നവനെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു ജ്യോത്സ്യൻ അവിടെ വന്നു. മഹാപ്രഭു അയാളെ ആദരപൂർവ്വം സ്വീകരിച്ചതിന് ശേഷം ഈ ചോദ്യം ചോദിച്ചു. ഭാവാർത്ഥം ബൈ ശ്രീ ഭക്തസ്വാമി ശ്രീല പ്രഭു ജയ ശ്രീല പ്രഭു. ബ്രാഹ്മണർ പൊതുവെ ജ്യോതിഷികളും ആയുർവേദ വൈദ്യന്മാരും ഗുരുക്കന്മാരും പുരോഹിതരും ആകാറുണ്ട്. ഉന്നത പാണ്ഡിത്യമുള്ളവരും ആദരണീയരുമാണെങ്കിലും അത്തരത്തിലുള്ള ബ്രാഹ്മണർ അവരുടെ ജ്ഞാനം വിതരണം ചെയ്യുന്നതിന് വീട് വീടാന്തരം കയറിയിറങ്ങുന്നു. ഒരു ബ്രാഹ്മണൻ ഒരു ഗൃഹസ്ഥന്റെ ഭവനത്തിലേക്ക് പോകുന്നത് പ്രധാനമായി അവിടെ നടക്കാനുള്ള ചടങ്ങുകളുടെ തിഥിയും മറ്റും നിശ്ചയിച്ചറിയിക്കാനാണ്. ഗൃഹത്തിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ കുടുംബക്കാർ ഒരു വൈദ്യൻ എന്ന നിലയിൽ ബ്രാഹ്മണനെ സമീപിക്കുകയും അയാൾ അവർക്ക് ചികിത്സാ നിർദ്ദേശങ്ങളും ഔഷധങ്ങളും നൽകുകയും ചെയ്യുന്നു. അതുപോലെ ബ്രാഹ്മണർ പൊതുവെ ജ്യോതിഷത്തിൽ നിപുണരായതിനാൽ തങ്ങളുടെ ഭൂത വർത്തമാന ഭാവികളെ കുറിച്ച് ജിജ്ഞാസയുള്ള ആളുകളും ബ്രാഹ്മണരെ സമീപിക്കുന്നു. ഈ ബ്രാഹ്മണൻ ഒരു യാചകനായിട്ടാണ് മഹാപ്രഭുവിന്റെ ഗൃഹത്തിൽ വന്നത്. എങ്കിലും മഹാപ്രഭു അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. എന്തെന്നാൽ അദ്ദേഹം ജ്യോതിഷ ശാസ്ത്രജ്ഞാനത്തിൽ പരിപൂർണതയുള്ള യോഗ്യനായ ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണർ ഭിക്ഷക്കാരെ പോലെ വീടുകൾ തോറും പോകുമായിരുന്നെങ്കിലും അവർ എല്ലാ വീടുകളിലും ബഹുമാന്യരായ അതിഥികളെ പോലെ സ്വീകരിക്കപ്പെടുമായിരുന്നു. ഹിന്ദു സമൂഹത്തിൽ 500 വർഷം മുമ്പ് ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായമാണിത്. ഈ സമ്പ്രദായം 100 വർഷം മുമ്പ് വരെ, എന്തിന് 50-60 വർഷം മുമ്പ് വരെ പോലും നിലനിന്നിരുന്നു. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ അത്തരം ബ്രാഹ്മണർ വിനീതരായ യാചകരെ പോലെ ഗൃഹസ്ഥരെ സന്ദർശിക്കുകയും അത്തരം ബ്രാഹ്മണരുടെ കാരുണ്യത്താൽ ജനങ്ങൾക്ക് വലിയ പ്രയോജനങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ഒരു ഗൃഹസ്ഥന് ചികിത്സാ ചെലവെന്ന നിലയിൽ ഡോക്ടർമാർക്ക് നൽകേണ്ടി വരുന്ന പണം വളരെയധികം ലാഭിക്കാം എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രയോജനം. കാരണം ഭൂത വർത്തമാന ഭാവികൾ വിശദീകരിക്കുന്ന ബ്രാഹ്മണർക്ക് അതിനു പുറമെ ചികിത്സാ നിർദ്ദേശങ്ങളും ചില ഔഷധങ്ങളും നൽകി എല്ലാത്തരം രോഗങ്ങളും ഭേദപ്പെടുത്താനും കഴിയുമായിരുന്നു. അവിധത്തിൽ എല്ലാവർക്കും ഒന്നാന്തരം വൈദ്യന്റെയും ജ്യോത്സ്യന്റെയും പുരോഹിതന്റെയും പ്രയോജനം ലഭിക്കുമായിരുന്നു. പരിപൂർണരായ ബ്രാഹ്മണരായി തീരാൻ കുട്ടികളെ സംസ്കൃതവും ഇംഗ്ലീഷും പഠിപ്പിക്കുന്ന ഡള്ളാസിലുള്ള നമ്മുടെ വിദ്യാലയത്തിന് ഇസ്കോണിന്റെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ജാഗ്രതയോടുള്ള ശ്രദ്ധ നൽകണം. അവർ ശരിയായ ബ്രാഹ്മണരായി പരിശീലിപ്പിക്കപ്പെടുന്ന പക്ഷം അവർക്ക് സമൂഹത്തെ തെമ്മാടികളിൽ നിന്നും പശ്മലന്മാരിൽ നിന്നും രക്ഷിക്കാൻ കഴിയും. യോഗ്യതയുള്ള ബ്രാഹ്മണരുടെ സംരക്ഷണത്തിൽ ജനങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഭഗവത്ഗീത 4:13 സമൂഹത്തിന്റെ വിഭജനത്തിന് പ്രത്യേകം ഊന്നൽ നൽകുന്നു. അതായത് ഭഗവത്ഗീത 4:13 ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ദൗർഭാഗ്യവശാൽ ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ യാതൊരു യോഗ്യതയുമില്ലാതെ ജന്മാവകാശം കൊണ്ട് മാത്രം തങ്ങൾ ബ്രാഹ്മണരാണെന്ന് പറയുന്നു. അതിനാൽ മുഴുവൻ സമൂഹവും താറുമാറാകുന്നു. കണ്ടിന്യൂ ചെയ്തിട്ട് വായിച്ചോളൂ. ആരെങ്കിലും ഒരാൾ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. മാതാജി കുറച്ച് വായിച്ചു എന്നിട്ട് ഞാൻ വായിക്കും. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി. വായിക്കൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 104. के आचिलून आमी पूर्वा जन्मे कहा गणी गणी दे लागिला सर्वज्ञ प्रभु वाक्य शुनि.
വിവർത്തനമാന്റെ ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭാത്. ജയ് ശ്രീല പ്രഭാത്. പൂർവജന്മത്തിൽ ഞാൻ ആരായിരുന്നുവെന്ന് ദയവായി പറയുക. മഹാപ്രഭു ആരാഞ്ഞു. നിങ്ങളുടെ ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടൽ കൊണ്ട് പറയുക. ഇത് കേട്ട ജ്യോത്സ്യൻ തൽക്ഷണം കണക്കുകൂട്ടാൻ ആരംഭിച്ചു. ഭാവാർത്ഥം: ജ്യോതിശാസ്ത്രത്തിലൂടെ ഒരുവന് ഭൂതവും വർത്തമാനവും ഭാവിയും അറിയാൻ കഴിയും. ആധുനിക കാലത്തെ പാശ്ചാത്യ ജ്യോത്സ്യന്മാർക്ക് ഭൂതഭാവി കാലങ്ങളെക്കുറിച്ച് ഒരറിവുമില്ല. അവർക്ക് വർത്തമാനത്തെക്കുറിച്ചും പരിപൂർണമായി ഒന്നും പറയാൻ കഴിവില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞ ലഭിച്ചയുടനെ ജ്യോത്സ്യൻ ഗണിക്കുവാൻ ആരംഭിച്ചത് ഇവിടെ നമ്മൾ കാണുന്നു. ഇത് കാപട്യമായിരുന്നില്ല. ഒരുവന്റെ ഭൂതകാല ജീവിതം ജ്യോതിഷത്തിലൂടെ തിട്ടപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അറിയാം. ഒരുവൻ കഴിഞ്ഞ ജീവിതത്തിൽ എന്തായിരുന്നുവെന്നും ഭാവി ജീവിതത്തിൽ എന്തായി തീരുമെന്നും പെട്ടെന്ന് വിവരം നൽകുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഭൃഗു സംഹിത എന്ന പ്രബന്ധം ഇപ്പോഴുമുണ്ട്. യാചകരെ പോലെ വീടുകൾ തോറും കയറി ഇറങ്ങുന്ന ബ്രാഹ്മണർക്ക് അത്തരം ബഹുലമായ ജ്ഞാനത്തിൽ സ്വാധീനമുണ്ടായിരുന്നു. അപ്രകാരം ഏറ്റവും ഉന്നതമായ ജ്ഞാനം സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന് പോലും നിഷ്പ്രയാസം ലഭ്യമായിരുന്നു. ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് വ്യാപാര ഉടമ്പടികളുടെയോ താങ്ങാനാവാത്ത പ്രതിഫലത്തിന്റെയോ ആവശ്യമില്ലാതെ അവന്റെ ഭൂത വർത്തമാന ഭാവികളെ പറ്റി ഒരു ജ്യോത്സ്യനോട് അന്വേഷിക്കാൻ കഴിയുമായിരുന്നു. ബ്രാഹ്മണൻ തന്റെ അറിവിന്റെ എല്ലാ പ്രയോജനവും പ്രതിഫലം ആവശ്യപ്പെടാതെ അവന് നൽകുമായിരുന്നു. തിരിച്ച് ബ്രാഹ്മണനെ സംതൃപ്തിപ്പെടുത്തുവാൻ ആ ദരിദ്രൻ ഒരു പിടി അരിയോ അല്ലെങ്കിൽ കൈവശമുള്ള എന്തെങ്കിലുമോ നൽകുമായിരുന്നു. പരിപൂർണതയുള്ള ഒരു മനുഷ്യ സമൂഹത്തിൽ ഏത് ശാസ്ത്രത്തിലുമുള്ള വൈദ്യശാസ്ത്രപരവും ജ്യോതിശാസ്ത്രപരവും പൗരോഹിത്യപരവുമായ പരിപൂർണ ജ്ഞാനം ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് പോലും പ്രതിഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൂടാതെ ലഭ്യമായിരുന്നു. പക്ഷെ ഇന്ന് ആർക്കും നീതി, വൈദ്യചികിത്സ, ജ്യോതിശാസ്ത്രപരമായ സഹായം, ധാർമ്മികമായ ബോധവൽക്കരണം തുടങ്ങിയവ പണമില്ലാതെ നേടാനാവില്ല. ജനങ്ങൾ പൊതുവെ ദരിദ്രരായതിനാൽ അവർക്ക് ഈ മഹത്തായ ശാസ്ത്രങ്ങളുടെ ജ്ഞാനം ലഭിക്കാതെയാകുന്നു. ശ്ലോകം 105. ഗണിധ്യാനേദേ സർവാ യജ്ഞ മഹാജ്യോതിർമയ ആനന്ദ വൈകുണ്ഠ ബ്രഹ്മാണ്ഡ സബര ആശ്രയ. മഹാപ്രഭുവിന്റെ മഹാതേജ് വിവർത്തനാനുഭാവാർത്ഥം ബൈ ശ്രീല പ്രഭാത്. ജയ് ശ്രീല പ്രഭാത്. മഹാപ്രഭുവിന്റെ മഹാതേജോമയമായ ശരീരം അനന്തമായ വൈകുണ്ഠ ലോകങ്ങളുടെ വിശ്രമസ്ഥാനമായ സർവജ്ഞനായ ജ്യോത്സ്യൻ കണക്കുകൂട്ടലിലൂടെയും ധ്യാനത്തിലൂടെയും ദർശിച്ചു. ഭാവാർത്ഥം: നമുക്ക് വൈകുണ്ഠ ലോകത്തിന്റെ അഥവാ ആധ്യാത്മിക ലോകത്തിന്റെ ചില വിവരങ്ങൾ ഇവിടെ ലഭിക്കുന്നു. വൈകുണ്ഠം എന്നാൽ ഉത്കണ്ഠ ഇല്ലാത്തത് എന്നാണ് അർത്ഥം. ഭൗതിക ലോകത്തിൽ എല്ലാവരും ഉത്കണ്ഠാകുലരാണ്. പക്ഷേ ഉത്കണ്ഠയില്ലാത്ത മറ്റൊരു ലോകത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ വിവരിക്കുന്നുണ്ട്. പരസ്തമാസ്തു പാവോന്യോ വ്യക്തോ വ്യക്താത് സനാതനഃ യാസ സർവേഷു ഭൂതേഷു നശ്യൽസു ന വിനശ്യതി. വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു അവ്യക്ത പ്രകൃതിയുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. സർഗാവസാനത്തിലും അത് അതുപോലെ നിലനിൽക്കുന്നു. ഈ ഭൗതിക ലോകത്തിൽ ധാരാളം ഗ്രഹങ്ങൾ ഉള്ളതുപോലെ ആധ്യാത്മിക ലോകത്ത് വൈകുണ്ഠ ലോകങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ട്. ഈ വൈകുണ്ഠ ലോകങ്ങൾ അഥവാ ഉന്നത ലോകങ്ങൾ പരമദിവ്യോത്തമ പുരുഷന്റെ തേജസ്സിൽ നിലനിൽക്കുന്നു. ബ്രഹ്മസംഹിതയിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡ കോടി. പരമപുരുഷന്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ബ്രഹ്മജ്യോതി ആധ്യാത്മികവും ഭൗതികവുമായ ലോകങ്ങളിൽ എണ്ണമറ്റ ഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നു. അപ്രകാരം ഈ ഗ്രഹങ്ങളെല്ലാം അവിടുത്തെ സൃഷ്ടികളാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു അതേ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് ജ്യോത്സ്യൻ മനസ്സിലാക്കി. അദ്ദേഹം എത്ര വലിയ പണ്ഡിതനായിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും അദ്ദേഹം ഒരു സാധാരണ യാചകനെ പോലെ വീടുകൾ തോറും കയറി ഇറങ്ങുകയായിരുന്നു മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി. ശ്ലോകം 106. പരമ തത്വ പരബ്രഹ്മ പരമ ഈശ്വര ദേക്കി പ്രഭുരമൂർത്തി സർവജ്ഞ ഹൈല ഫൻഭര. വിവർത്തനമാന്റെ ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭാത്. ജയ് ശ്രീല പ്രഭാത്. ചൈതന്യ മഹാപ്രഭു അതേ പരമസത്യവും പരബ്രഹ്മവും പരമമായ ഈശ്വരനുമാണെന്ന് കണ്ട ജ്യോത്സ്യൻ അന്താളിച്ചു.
ഭാവാർത്ഥം: പരമനിരപേക്ഷ സത്യം അഥവാ പരബ്രഹ്മം ആത്യന്തികമായി പരമദിവ്യോത്തമ പുരുഷനാണെന്ന് ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ആയതിനാൽ സർവ്വതിന്റെയും ആരംഭം ഒരു വ്യക്തിയാണ്. ഭഗവത്ഗീതയിൽ 10:8 സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ മത്ത സർവം പ്രവർത്തതെ, എല്ലാം ഉത്ഭവിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനിൽ നിന്നാണ്. അവിടുന്നാണ് പരമോന്നത ജീവസത്ത. അതുകൊണ്ട് നിലനിൽക്കുന്നതെല്ലാം ദ്രവ്യമായാലും ആത്മാവായാലും പരമോന്നത ജീവനിൽ നിന്നുള്ള ഒരു ഉദ്ഭവമല്ലാതെ മറ്റൊന്നുമല്ല. ജീവൻ പദാർത്ഥത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന ആധുനിക ശാസ്ത്രത്തിന്റെ സിദ്ധാന്തം അസംബന്ധമാണ്. പദാർത്ഥവും ജീവനും ഉത്ഭവിക്കുന്നത് ജീവനിൽ നിന്നാണ്. ദൗർഭാഗ്യവശാൽ ഈ സത്യം ശാസ്ത്രജ്ഞന്മാർക്ക് അറിയില്ല. അവർ തങ്ങൾക്കുണ്ടെന്ന് പറയപ്പെടുന്ന അറിവിന്റെ അന്ധകാരത്തിൽ ചുറ്റിത്തിരിയുന്നു. ശ്ലോകം 107. ബലിദേന പരേക്കിച്ചു മൗന ഹൈല, പ്രഭു പുന പ്രശ്ന കൈല കഹിദേ ലാഗീല. വിവർത്തനം വയസ്സുള്ള പ്രഭാത്, ജയസുള്ള പ്രഭാത്. അത്ഭുത സ്തബ്ധനായ ജ്യോത്സ്യൻ ഉരിയാടാൻ കഴിയാതെ നിശബ്ദനായി. എന്നാൽ മഹാപ്രഭു വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞു. ശ്ലോകം 108. പൂർവജന്മേ ചില തുമി ജഗത് ആശ്രയ, പരിപൂർണ ഭഗവാൻ സർവൈശ്വര്യമയ. വിവർത്തനം വയസ്സുള്ള പ്രഭാത്, ജയസുള്ള പ്രഭാത്. പ്രഭു, പൂർവജന്മത്തിൽ അങ്ങ് സർവസൃഷ്ടിയുടെയും ആശ്രയവും സർവൈശ്വര്യ സമ്പൂർണനുമായ ഭഗവാനായിരുന്നു. ശ്ലോകം 109. പൂർവേയായി ചില തുമി ഏബേഹാസേ രൂപ, ദുർവിജ്ഞേയ നിത്യാനന്ദ തോമാര സ്വരൂപ. വിവർത്തനം അതിന്റെ ഭാവാർത്ഥം വയസ്സുള്ള പ്രഭാത്, ജയസുള്ള പ്രഭാത്. കഴിഞ്ഞ ജന്മത്തിൽ പരമപുരുഷനായിരുന്ന അങ്ങ് ഇപ്പോഴും അതേ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അചിന്ത്യമായ നിത്യാനന്ദമാണ് അങ്ങയുടെ സ്വരൂപം. ഭാവാർത്ഥം: ജ്യോതിശാസ്ത്രത്തിന്റെ പ്രഭാവത്താൽ ഒരുവന് ഭഗവാന്റെ സ്ഥിതി പോലും തിട്ടപ്പെടുത്താൻ കഴിയും. എല്ലാത്തിനെയും അവയുടെ ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാം. പരമദിവ്യോത്തമ പുരുഷനെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയുന്നു. ശാസ്ത്രങ്ങളിൽ നിന്നുള്ള തെളിവില്ലാതെ ആർക്കെങ്കിലും ഈശ്വരനാകാൻ കഴിയില്ല. വായിക്കുക പ്രഭു, നിർത്തുക. ഹരേ കൃഷ്ണ. അടുത്ത ആള് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 110. പ്രഭു ഹസി കൈല തുമി കിച്ചു ന ജാനില, പൂർവേ ആമി ആചീല ജാതി ജാതി തേ ഗോയാല. പ്രധാൻ ഭാവാർത്ഥം ബൈ ശ്രീലപ്രഭ കി ജയ്. ജ്യോത്സ്യൻ തന്നെ വാഴ്ത്തി പറഞ്ഞത് കേട്ട മഹാപ്രഭു അയാളെ തടഞ്ഞ ശേഷം പുഞ്ചിരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ എന്തായിരുന്നുവെന്ന് താങ്കൾക്ക് വ്യക്തമായി അറിയില്ലെന്ന് ഞാൻ കരുതുന്നു. എന്തെന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ഗോപാലകനായിരുന്നുവെന്ന് എനിക്കറിയാം. ശ്ലോകം 111. ഗോപാഗൃഹേ ജന്മചീല ഗാഭീരാഖാല, സെയി പുണ്യ ഹൈലാൻഡ് എബേ ബ്രാഹ്മണ ചാവോയാല. ഭാവാർത്ഥം ബൈ ശ്രീലപ്രഭാത് കി ജയ്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇടയകുലത്തിലായിരുന്നു ജനിച്ചത്. ഞാൻ പശുക്കൾക്കും പശുക്കിടാവുകൾക്കും സംരക്ഷണം നൽകുകയും ചെയ്തു. ആ പുണ്യകർമ്മങ്ങൾ മൂലം ഞാനിപ്പോൾ ഒരു ബ്രാഹ്മണന്റെ പുത്രനായി തീർന്നു. ഭാവാർത്ഥം: ഗോക്കളെ സംരക്ഷിക്കുന്നവൻ പുണ്യവാനായി തീരുമെന്ന് പരമാധികാരിയായ ചൈതന്യ മഹാപ്രഭുവിന്റെ വാക്കുകൾ ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ദൗർഭാഗ്യവശാൽ ജനങ്ങൾ ഒരു അധികാരിയുടെ വാക്കുകൾ പോലും ശ്രദ്ധിക്കാത്ത വിധം തെമ്മാടികളായിരിക്കുന്നു. ജനങ്ങൾ പൊതുവെ ഗോപാലകരെ സമൂഹത്തിലെ താഴ്ന്ന നിലവാരത്തിലുള്ളവരായാണ് കരുതുന്നത്. പക്ഷേ അവർ പുണ്യമുള്ളവരായതിനാൽ അടുത്ത ജന്മത്തിൽ അവർ ബ്രാഹ്മണരാകുമെന്ന് ചൈതന്യ മഹാപ്രഭു ഇവിടെ സൂചിപ്പിക്കുന്നു. ജാതി സമ്പ്രദായത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ഈ ശാസ്ത്രീയ സമ്പ്രദായം പിന്തുടർന്നാൽ മനുഷ്യ സമൂഹത്തിന് ഉന്നതമായ പ്രയോജനം ലഭിക്കും. ഭഗവാന്റെ ഈ ഉപദേശം കണക്കിലെടുത്ത് ജനങ്ങൾ പശുക്കളെയും പശുക്കുട്ടികളെയും പരിപാലിക്കണം. പ്രതിഫലമായി അവർക്ക് സമൃദ്ധമായി പാൽ ലഭിക്കും. പശുക്കളെയും കിടാവുകളെയും സംരക്ഷിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകില്ല. പക്ഷേ ആധുനിക സമൂഹം അത്രമേൽ അധപ്പതിച്ചതിനാൽ ജനങ്ങൾ അവയെ സംരക്ഷിക്കുന്നതിന് പകരം വധിക്കുന്നു. അത്തരം പാപപ്രവർത്തികൾ ചെയ്യുന്ന അവർക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ സമാധാനവും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാൻ കഴിയുക? അത് അസാധ്യമാണ്. ശ്ലോകം 112. സർവജ്ഞ കഹേ ആമി താഹ ധ്യാനേ ദേഖിലാൻ, താഹ ദേ ഐശ്വര്യ ദേഖി ഫാൻ ഫര ഹയിലാൻ. ഭാവാർത്ഥം ബൈ ശ്രീലപ്രഭാത്, ജയ ശ്രീലപ്രഭാത്. ജ്യോത്സ്യൻ പറഞ്ഞു, ഞാൻ ധ്യാനത്തിൽ കണ്ടത് സമ്പൂർണ്ണ ഐശ്വര്യമായിരുന്നു. അതിനാൽ ഞാൻ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഭാവാർത്ഥം: ആ ജ്യോത്സ്യൻ ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലുകളിലൂടെ
ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്നവൻ മാത്രമായിരുന്നില്ല, ഒരു മഹാധ്യാനിയുമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിനാൽ അദ്ദേഹം ഒരു മഹാഭക്തനും ചൈതന്യ മഹാപ്രഭുവിനെ അതേ കൃഷ്ണൻ തന്നെയായി കാണാൻ കഴിയുന്നവനുമായിരുന്നു. എന്നിരുന്നാലും കൃഷ്ണനും ചൈതന്യ മഹാപ്രഭുവും യഥാർത്ഥത്തിൽ ഒരു വ്യക്തി തന്നെയാണോ എന്ന കാര്യത്തിൽ അദ്ദേഹം കുഴപ്പത്തിലായി. ശ്ലോകം 113. सेई रूपे एई रूपे देखी एकाकार खबू भेद देखी एई മായായ തോമാര. വിവർത്തൻ ഭാവർത്തം ബൈ ശ്രീല പ്രഭാത്. ജയ ശ്രീല പ്രഭാത്. അങ്ങയുടെ രൂപവും ധ്യാനത്തിൽ ഞാൻ കണ്ട രൂപവും ഒന്നു തന്നെയാണെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. എനിക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ അത് അങ്ങയുടെ മായാശക്തിയുടെ പ്രവൃത്തിയാണ്. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണൻ അഹേ അന്യ. ഒരു പരിപൂർണ ഭക്തന്റെ ദൃഷ്ടിയിൽ ചൈതന്യ മഹാപ്രഭു രാധയുടെയും കൃഷ്ണന്റെയും ഒരു സംയോജനമാണ്. ശ്രീ ചൈതന്യനെ കൃഷ്ണനിൽ നിന്ന് ഭിന്നനായി കാണുന്ന ഒരുവൻ മായയ്ക്ക് അധീനനാണ്. ജോത്സ്യൻ നേരത്തെ തന്നെ ഒരു ഉന്നത ഭക്തനായിരുന്നതായും മഹാപ്രഭുവിന്റെ സാന്നിധ്യത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് പരിപൂർണമായ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചതായും കൃഷ്ണനും ശ്രീ ചൈതന്യ മഹാപ്രഭുവും ഒരേ വ്യക്തിയാണെന്ന് ദർശിക്കാൻ കഴിഞ്ഞതായും കാണപ്പെടുന്നു. ശ്ലോകം 114. ഏഹവോ സേഹവോ തുമി തോമാക്കെ നമസ്കാര പ്രഭു താരെ പ്രേമാദീല കൈല പുരസ്കാര. ഭാരതം ശ്രീല പ്രഭാത്. ജയ ശ്രീല പ്രഭാത്. സർവജ്ഞനായ ജ്യോത്സ്യൻ ഇങ്ങനെ അവസാനിപ്പിച്ചു: അങ്ങ് എന്തായിരുന്നാലും ആരായിരുന്നാലും അങ്ങയ്ക്ക് നമസ്കാരം. അനന്തരം മഹാപ്രഭു തന്റെ അഹൈതുകമായ കാരുണ്യത്താൽ അദ്ദേഹത്തിന് തന്റെ സേവനത്തിന് പ്രതിഫലമായി ഭഗവത് പ്രേമം നൽകി. ഭാവാർത്ഥം. സർവജ്ഞനായ ജ്യോത്സ്യനുമായുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ കണ്ടുമുട്ടൽ ചൈതന്യ ഭാഗവത്തിൽ പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നടന്നിട്ടില്ലെന്ന് നമുക്ക് പറയാനാവില്ല. നേരെ മറിച്ച് ചൈതന്യ ഭാഗവത്തിൽ പ്രതിപാദിക്കാത്തതെല്ലാം താൻ ചൈതന്യ ചരിതാമൃതത്തിൽ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ടെന്ന കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ പ്രസ്താവന നാം സ്വീകരിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. അടുത്ത ആരെങ്കിലും വായിച്ചോളൂ. 3:30 വരെ വായിക്കാം. ഹരേ കൃഷ്ണ. അടുത്ത് വായിക്കൂ. ഹരേ കൃഷ്ണ. പ്രഭു ശ്ലോകം ഏതാ പ്രഭു എന്ന് പറഞ്ഞു? 115. ശ്രീകൃഷ്ണ. ശ്ലോകം 115. മഹാപ്രഭുവിന്റെ ഏകോന അധ്യായം ആദിലീല 17. ഏകദിനെ പ്രഭു വിഷ്ണു മണ്ഡവേ വസീയ മധു ആന ബലേനടാക്കിയ. ഒരു ദിവസം മഹാപ്രഭു ഒരു വിശ്വക്ഷേത്രത്തിന്റെ ഇടനാഴിയിലിരിക്കുകയും തേൻ കൊണ്ടുവരൂ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. നിത്യാനന്ദ ഗോസായി പ്രഭുരെ ആവാശ ജാനില ഗംഗാജലപാത്ര ആനി സമുഖേ ധരില. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവാവേശം മനസ്സിലാക്കിയ നിത്യാനന്ദ പ്രഭു ഗോസായി സൂചകമായ ഒരു കുടം ഗംഗാജലം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചു. ജലപാന കരിയേനാച്ചേ ഹയ വിക്വല യമുന കർഷണ ലീല ദേഖായ സകല. ജലപാനത്തിന് ശേഷം ഒരു ഹർഷോന്മാദത്തിലായ മഹാപ്രഭു നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അപ്രകാരം യമുനാകർഷണ ലീല എല്ലാവരും ദർശിച്ചു. ഭാവാർത്ഥം ചില പ്രഭുപാദിക്ക്. യമുനാകർഷണ ലീല യമുന നദിയെ ആകർഷിക്കുന്ന ലീലയാണ്. ഒരു ദിവസം ബലരാമൻ യമുനാ നദി തന്റെ മുന്നിൽ വരണമെന്ന് ആഗ്രഹിച്ചു. യമുന അത് നിരസിച്ചപ്പോൾ അവിടുന്ന് ഒരു നീർച്ചാലുണ്ടാക്കി യമുനയെ തന്റെ മുന്നിൽ വരുത്തണമെന്ന ഉദ്ദേശത്തോടെ കലപ്പ കയ്യിലെടുത്തു. മഹാപ്രഭു ബലരാമനുമാകയാൽ ആ ആവേശത്തിൽ അവിടുന്ന് എല്ലാവരോടും തേൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇപ്രകാരം അവിടെ നിന്നിരുന്ന എല്ലാ ഭക്തന്മാരും യമുനാകർഷണ ലീല കണ്ടു. യമുനാകർഷണ ലീലയിൽ ബലദേവൻ തന്റെ സഖിമാരാൽ അകമ്പടി സേവിക്കപ്പെട്ടിരുന്നു. വാരുണി എന്നു പേരുള്ള മധുപാനീയം പാനം ചെയ്തതിനു ശേഷം യമുനാ നദിയിലിറങ്ങി സഖികാർക്കോ നീന്തണമെന്ന് അവിടുത്തെ ആഗ്രഹിച്ചു. ബലദേവൻ യമുനാ നദിയോട് തന്റെ സമീപത്തേക്ക് വരാൻ ആജ്ഞാപിക്കുകയും യമുന അതനുസരിക്കുകയും ചെയ്തപ്പോൾ കുപിതനായ അവിടുന്ന് തന്റെ കലപ്പ ഉപയോഗിച്ച് അവളെ വലിച്ചു കൊണ്ടുവരാൻ തുനിഞ്ഞതായി ശ്രീമദ് ഭാഗവത്തിൽ 10:65-25-30-33 പറയുന്നു. ബലരാമന്റെ കോപത്തിൽ അത്യന്തം ഭയന്ന യമുന തൽക്ഷണം വരികയും അപരാധം സംബന്ധിച്ച് ഭഗവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് കീഴടങ്ങുകയും ചെയ്തു.
അപ്പോൾ അവൾക്ക് മാപ്പ് നൽകപ്പെട്ടു. യമുനാകൃഷ്ണൻ ലീലയുടെ രത്നച്ചുരുക്കം ഇതാണ്. ദശാവതാരങ്ങളെ സംബന്ധിച്ച് ജയദേവ് ഗോസ്വാമിയുടെ പ്രാർത്ഥനകളിലും ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. വഹസി പുഷി വിശദേ വസനം ജലധാപം ഹലഹതി ഭീതി മിലിത യമുനാപം കേശവൃഥ ഫലധരരൂപ ജയ ജഗദീശ ഹരി. ശ്ലോകം 118. മതമത്തഗതി ബലദേവ അനുകാര ആചാര്യ ശേഖരേ താന്ത്രേ ദേഖേ രാമകാര. ബലരാമ ഭാവ വശത്തിൽ വാരുണിപാനം ചെയ്ത് മത്ത് പിടിച്ച പോലെ മഹാപ്രഭു നടന്നു. ആചാര്യശേഖരനായ അദ്വൈതാചാര്യൻ അപ്പോൾ മഹാപ്രഭുവിനെ ബാലരാമ രൂപത്തിൽ ദർശിച്ചു. ശ്ലോകം 119 അതിനുണ്ട്. വനമാലി ആചാര്യ ദേഖേ സോണാരലങ്കാല സഭമിലി നൃത്യകരെ ആവേശ വിക്വല. വനമാലി ആചാര്യൻ ബലരാമന്റെ കയ്യിൽ ഒരു സ്വർണ്ണ കലപ്പ കൊണ്ടു. ഭക്തന്മാരെല്ലാം ഒത്തിരുന്ന ആനന്ദാത്മകത്തിൽ നൃത്തം ചെയ്തു. ശ്ലോകം 120. ഏയ് മത നൃത്യ ഹൈല ചാരി പ്രഹര സന്ധ്യായ ഗംഗാസ്നാനെ കരി സഭെ കേലാഖര. ഇപ്രകാരം അവർ 12 മണിക്കൂർ തുടർച്ചയായി നൃത്തം ചെയ്യുകയും സന്ധ്യയായപ്പോൾ ഗംഗാസ്നാനത്തിന് ശേഷം അവരവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ശ്ലോകം 121. നഗരിയ ലോകേ പ്രഭു യഭയാജ്ഞദില ഖരേ ഖരേ സങ്കീർത്തന കരിതേലാകില. നവദ്വീപിലെ എല്ലാ ജനങ്ങളോടും ഹരേകൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്യാൻ മഹാപ്രഭു ആജ്ഞാപിച്ചു. അപ്രകാരം ഓരോ ഗ്രഹത്തിലും പതിവായി സങ്കീർത്തനം ആരംഭിച്ചു. 22. ഹരേ നമ കൃഷ്ണ യാദവായ നമ ഗോപാല ഗോവിന്ദ രാമ ശ്രീമധുസൂദന. ഭക്തന്മാർ ഹരേകൃഷ്ണ മഹാമന്ത്രോടൊപ്പം ഈ പ്രശസ്തമായ ഗാനം ആരംഭിച്ചു. ഹരേ നമ കൃഷ്ണായ യാദവായ നമ ഗോപാല ഗോവിന്ദായ നമം ശ്രീമധുസൂദന. മൃദംഗ കരത്താള സങ്കീർത്തന മഹാധ്വനി ഹരിഹരി ധ്വനി വിന അന്യനാഭീഷു. അപ്രകാരം സംഗീത പ്രസ്ഥാനം ആരംഭിച്ചതോടെ നവദ്വീപിലെ അവർക്കും ഹരിഹരി എന്ന വാക്കുകൾ വാദനവും കരതാളങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങളും അല്ലാതെ മറ്റൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. ഭാവാർത്ഥം. ശ്രീ പ്രഭുപാദ് കി ജയ്. അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിക്ക് ഇപ്പോൾ നവദ്വീപിലെ മായാപൂരിൽ അതിന്റെ ആഗോള ആസ്ഥാനമുണ്ട്. ഈ കേന്ദ്രത്തിന്റെ ഭരണനിർവഹണം നടത്തുന്നവർ ഇവിടെ 24 മണിക്കൂറും ദിവ്യനാമ സങ്കീർത്തനം നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഒപ്പം ഹരേ നമ കൃഷ്ണ യാദവായ നമ ഗാനത്തിന്റെ ധ്വനികളും. കാരണം ഈ ഗാനം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് പ്രിയങ്കരമായിരുന്നു. ഇത്തരം സങ്കീർത്തനങ്ങളുടെ എല്ലാം മുമ്പേ പഞ്ചതത്വനാമങ്ങളുടെ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗര ഭക്തവൃന്ദ എന്ന കീർത്തനങ്ങളും ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ തന്നെ ഈ 2 മന്ത്രങ്ങളും ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കീർത്തനം ചെയ്ത് പരിചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയ്ക്ക് ശേഷം ഹരേ നമ കൃഷ്ണ യാദവായ നമ ഗോപാല ഗോവിന്ദായ നമ ശ്രീമധുസൂദന എന്നീ 2 വരികൾ കൂടി ചേർക്കണം. വിശേഷിച്ചും മായാപൂരിൽ ഭഗവത് നാമങ്ങളുടെ കീർത്തനം ഒഴികെ വേറൊരു സ്പന്ദനവും കേൾക്കാത്ത രീതിയിൽ പരിപൂർണതയോടെ വേണം ഈ 6 വരികൾ കീർത്തനം ചെയ്യാൻ. അത് ആ സ്ഥലത്ത് ആധ്യാത്മികമായി സമ്പൂർണമാക്കും. ശൂനിയയെ ക്രുദ്ധ ഹൈല സകല യവന കാജി പാശയാസി സഭേ കൈല നിവേദന. ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രതിധ്വനിക്കുന്ന സ്പന്ദനം കേട്ട് സമീപവാസികളായ മുസ്ലിങ്ങൾ കോപാക്രാന്തരായി അതിനെതിരെ കാസിക്ക് പരാതി നൽകി. ഭാവാർത്ഥ ശ്രീ പ്രഭുപാദ് കി ജയ്. ഫൗജദാര അഥവാ നഗരത്തിലെ മജിസ്ട്രേറ്റിനെ കാജി അല്ലെങ്കിൽ കാസി എന്നാണ് വിളിക്കുന്നത്. ഭൂനികുതി ചുമത്തുകയും ഈടാക്കുകയും ചെയ്യുന്നത് ജമീന്ദാർമാർ ആണെങ്കിലും ക്രമസമാധാനം പരിപാലിക്കുന്നതിന്റെയും കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന്റെയും ചുമതല കാസിമാർക്കാണ്. കാസിമാരും ജമീന്ദാർമാരും അന്ന് സുബാ ബംഗാള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ബംഗാൾ ഗവർണറുടെ നിയന്ത്രണത്തിലായിരുന്നു.
നദിയ, ഇസ്ലാംപുര, ബഗോയോന ജില്ലകൾ ഹരിഹോഡ എന്നു പേരുള്ള ജമീന്ദാരുടെയോ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനായിരുന്ന ഹോഡ കൃഷ്ണദാസിന്റെയോ നിയന്ത്രണത്തിലായിരുന്നു. ചാന്ദ് കാസി നവാബ് ഹുസൈൻ ഷായുടെ ആധ്യാത്മിക ഗുരുവായിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേര് മൗലാന സിറാജുദ്ദീൻ എന്നായിരുന്നതും അതല്ല ഹബീബാർ റഹ്മാൻ എന്നായിരുന്നുവെന്നും രണ്ടഭിപ്രായമുണ്ട്. ചാന്ദ് കാസിയുടെ പിൻഗാമികൾ ഇപ്പോഴും മായാപൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വസിക്കുന്നുണ്ട്. ഒരു ചെമ്പക വൃക്ഷത്തിന്റെ ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന ചാന്ദ് കാസി സമാധി സ്ഥലം കാണാൻ ജനങ്ങൾ ഇപ്പോഴും പോകാറുണ്ട്. ക്രോധേ, ഹരേ കൃഷ്ണ. നിർത്താം പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. ഇത് എത്രാമത്തെ ശ്ലോകം? അത് 124 വായിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നിർത്താം ഇവിടെ. ഓക്കെ. ഹരേ കൃഷ്ണ. അവര് രണ്ടുപേരും നമ്മള് വായിക്കുകയുണ്ടായുള്ളൂ. പിന്നീട് നാളെ അവര് വരുമ്പോ ചെയ്യാം. ഹരേ കൃഷ്ണ. തിങ്കളാഴ്ച. വാഞ്ചാകൽപതരൂപേക്ഷ ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിത പ്രഭു की जय. हरे എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ.